ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 70-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് അന്ത്യോക്യൻ ആരാധനക്രമം മത്സരമനുസരിച്ച് അനീതേ ഞായർ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകളിൽ പരേതരായ പുരോഹിതരെയും പരേതരായ വിശ്വാസികളെയും സ്മരിച്ചുകൊണ്ടാണ് സഭ നോമ്പിലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച കൊഹനെ ഞായർ എന്ന പേരിൽ പരേതരായ പുരോഹിതരെ നാം അനുസ്മരിച്ചു. ഇന്ന് അനീത ഞായർ എന്ന പേരിൽ പരേതരായ വിശ്വാസികളെ ദൈവസന്നിധിയിൽ നാം സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വേദഭാഗമായി സഭ തരുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വചനഭാഗമാണ്. ഈ വചനഭാഗം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ വചനചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ 5:19 മുതൽ 29 വരെയുള്ള വചനഭാഗം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബറയ്ക്കുമോ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19 മുതലുള്ള ഈ വചനഭാഗത്ത് ഇന്ന് പ്രധാനമായും 2 ചിന്തകളാണ് കൈമാറുക. അതിന്റെ പ്രാരംഭ ഭാഗത്ത് പുത്രൻ തമ്പുരാന്റെ അധികാരം പിതാവ് പുത്രനുമായി പങ്കുവയ്ക്കുന്ന അധികാരത്തെക്കുറിച്ച് 4-ാം സുവിശേഷകൻ നമ്മെ മനസ്സിലാക്കി തരുന്നു. അങ്ങനെ അധികാരമുള്ള പുത്രന് പരേതരായവർക്ക് ജീവൻ നൽകുന്നതിനും അവരെ മനുഷ്യരെ വിധിക്കുന്നതിനുമുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. അത് എപ്രകാരം അവൻ നടപ്പിലാക്കും എന്നുള്ളതാണ് നാം കേൾക്കുക. പ്രാരംഭ ഭാഗത്തേക്ക് കടന്ന് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ യേശു അസന്നിഗ്ധമായി ഒരു കാര്യം നമ്മോട് പറയുകയാണ്. പ്രത്യേകിച്ചും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനൊക്കെ യേശു സത്യം ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഡബിൾ ഏമൻ സേയിങ്സ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. 2 പ്രാവശ്യം വീതം സത്യം ചെയ്യുന്ന ഒരു രീതി യോഹന്നാൻ അവന്റെ അവതരണത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ്. 25 അപ്രകാരമുള്ള പ്രയോഗങ്ങളാണ് 4-ാം സുവിശേഷത്തിൽ നാം കാണുക. അതിൽ 3 എണ്ണം
ഇന്നത്തെ വേദഭാഗത്ത് തന്നെ ഉണ്ട്. തുടക്കത്തിൽ തന്നെ യേശു പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം ത്രിത്വമായിട്ടാണ് നാം മനസ്സിലാക്കുക. അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. പിതാവ് പുത്രനുമായിട്ട് ഈ ബന്ധം സുദൃഢമായി ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷകൻ തന്റെ സുവിശേഷത്തിലുടനീളം രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം തന്നെ ആരംഭിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. ദൈവമായ പിതാവായ ആ ദൈവത്തോടു കൂടിയുള്ള അവിടുത്തെ വചനം പുത്രനാണ്, ത്രിത്വത്തിൽ രണ്ടാം വ്യക്തിയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. അവിടെ ദൈവികമായ തന്റെ സത്തയിലെ പങ്കുചേരലാണ് വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് വഴിയായി നാം മനസ്സിലാക്കുക. തുടർന്ന് 18-ാം തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം പിതാവും പുത്രനും തമ്മിലുള്ള ഗാഠമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവിന്റെ ഹൃദയത്തോട് അല്ലെങ്കിൽ മടിയിലിരിക്കുന്ന പുത്രൻ, ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു എന്ന്, അതിന് യോഗ്യനാണ് എന്ന് പറയുന്ന വേദഭാഗം നാം കേൾക്കുന്നു. തുടർന്നുള്ള വേദഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനത്തില് ഞാനും പിതാവും ഒന്നാണെന്ന് യേശു പറയുന്ന വേദഭാഗം. അതുപോലെ യേശു തമ്പുരാൻ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ 17-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പറയുന്നു, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണമെന്ന്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഫിലിപ്പോസിനോട് പറയുന്ന യേശുവിനെ 14-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. പിതാവ് എന്നിൽ വസിക്കുന്നു, അവിടുത്തെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്ന മുന്തിരിച്ചെടിയ ശാഖയുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നു. പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് 15:9 പറയുന്നു. ഇപ്രകാരം പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഈ ബന്ധമാണ്, ഈ സ്നേഹബന്ധമാണ് സത്യത്തിൽ ഈ പുത്രന്റെ അധികാരത്തിന് നിദാനം, അടിസ്ഥാനം. അവർ തമ്മിലുള്ള സ്നേഹ ഐക്യം ഉള്ളത് കൊണ്ട് തന്നെ പിതാവ് ചെയ്യുന്നതൊക്കെ പുത്രന് ചെയ്യാൻ പറ്റും. അവരുടെ പ്രവർത്തനങ്ങളിലും അവർ യോജിപ്പുള്ളവരാണ്. പുത്രൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ ആദ്യ തിരുവചനം പറയുക. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുന്നു. അതിൽ നാം എല്ലാവരും വിസ്മയിക്കത്തക്ക വിധം അവിടുന്ന് അവനെ കൂടുതൽ കാണിക്കും എന്ന് പറയുകയാണ്. ഇതാണ് പിതൃപുത്ര ബന്ധത്തിന്റെ വലിയ അടിസ്ഥാന ചിന്ത. ഇപ്രകാരമുള്ള ബന്ധത്തിലായിരിക്കുന്ന പിതാവും പുത്രനും തമ്മിൽ അവരുടെ ദൗത്യങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ടാണ് 2-ാം ഭാഗത്തും കാണുക. പിതാവ് പങ്കുവയ്ക്കുന്ന 2 ദൗത്യങ്ങളില് ആദ്യത്തേത് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്, ജീവദാനം. രണ്ടാമത്തേത് മരിച്ചവർക്കുള്ള അന്ത്യവിധി. ഇത് രണ്ടും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുക. നാം ഇപ്രകാരം വായിക്കും, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും തനിച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. സുവിശേഷത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ നിത്യജീവന്റെ സമ്പാദനമാണ്. യോഹന്നാൻ 20:31 നാം വായിക്കുന്നു, ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്ത അനേകം അടയാളങ്ങൾ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ യേശു കർത്താവായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുന്നത് വഴി അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിലുള്ള നിത്യജീവനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രധാനമായ ലക്ഷ്യം. അതിലേക്ക് അത് കൊടുക്കുവാനുള്ള സാധ്യത ദൈവത്തിനുണ്ട്. അത് പുത്രൻ അത് ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നു. പിതാവ് ആരെ വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജീവൻ കൊടുക്കുക, മരിച്ചവരെ വിധിക്കുക എന്നുള്ള ഈ 2 ദൗത്യം പിതാവ് തന്റെ പുത്രനിലൂടെ നടപ്പിലാക്കുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. മരിച്ചവർക്ക് ജീവൻ നൽകുന്നു, അവരെ ന്യായം വിധിക്കുന്നു. ജീവന് മേൽ അധികാരമുള്ളത്, ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവനാണ് ദൈവം. വിശ്വാസരാഹിത്യം എന്ന് പറയുന്നതാണ് ഒരു നിർജീവാവസ്ഥ. വിശ്വാസമുള്ളവർ ജീവിക്കും,
യേശു പറയുന്നുണ്ടല്ലോ 11-ാം അധ്യായത്തില് ലാസറിനെ ഉയർപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പറയുന്ന തിരുവചനങ്ങൾ 25-ഉം 26-ഉം തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ്. എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും അവന്റെ വാക്ക് കേൾക്കുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും, അവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ വാക്കുകൾ ശ്രവിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. അക്വൈൻ എന്ന ഒരു ഗ്രീക്ക് വാക്ക് 4-ാം സുവിശേഷകൻ ഉപയോഗിക്കുന്നുണ്ട്. കേൾക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കേവലം ചെവികൾ കൊണ്ടുള്ള കേൾവി എന്നതിനുപരിയായി അതൊരു അനുസരണത്തിന്റെ കേൾവിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഞാൻ പറയുന്നത് നീ കേൾക്കുമോ എന്ന് ഒരു അമ്മ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ ചെവി കൊണ്ട് കേൾക്കുമോ എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ ചോദിക്കാറ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോ എന്നാണ് കുഞ്ഞിനോട് ചോദിക്കുന്നത്. അപ്പോൾ അനുസരണമാണ് ഈ കേൾവിയുടെ വലിയ ഒരു മാനദണ്ഡം. ഇപ്രകാരം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവര്, അവനിൽ വിശ്വസിക്കുന്നവര് നിത്യജീവന് അർഹരായിരിക്കും എന്ന് യേശു പറയുന്നു. അതുകൊണ്ടാണ് 24-ാം തിരുവചനത്തില് പ്രകാരം നാം വായിക്കുക, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനായ പിതാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി വരികയില്ല, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നരകത്തിന് ആകുകയില്ല എന്ന് യേശു തീർത്തു പറയുകയാണ്. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മാനുഷികമായ മൃതാവസ്ഥയിൽ നിന്നും നിത്യമായ ജീവനിലേക്ക് അവൻ കടന്നിരിക്കുന്നു എന്നാണ് പറയുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അന്ത്യവിധിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, യുഗാന്ത്യ ചിന്തകൾ രണ്ട് രീതിയിലാണ് ദൈവശാസ്ത്ര മേഖലയിൽ അവതരിപ്പിക്കപ്പെടുക. ഒന്ന്, മനുഷ്യര് ഈ ലോകത്തിൽ നന്നായി ജീവിച്ച് ഒരു വിധിയെ നമ്മൾ നോക്കിപ്പാർക്കുന്നു. നമുക്ക് ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന സ്വർഗീയമായ ആനന്ദം അതൊരു ഫ്യൂച്ചറിസ്റ്റിക് എസ്കറ്റോളജിയുടെ ഭാഗമാണ്. അത് ഭാവിയെക്കുറിച്ചുള്ള അതിന് നിദാനമായ ഒരു യുഗാന്ത്യ ചിന്ത. അതുകൊണ്ട് ഈ ലോകത്തിൽ നന്നായി ജീവിച്ചാൽ വരും ലോകത്തിൽ നമുക്ക് ജീവൻ കിട്ടും, അതൊരു ചിന്തയാണ്. അതാണ് സാധാരണ ദൈവശാസ്ത്ര മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുക. എന്നാൽ യോഹന്നാൻ ശ്ലീഹ തന്റെ ഈ യുഗാന്ത്യ ചിന്തയിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ യുഗാന്ത്യ ചിന്ത യുഗത്തിന്റെ അവസാനം നടക്കുന്നത് മാത്രമല്ല, ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അത് സന്നിഹിതമാണ് എന്നുള്ളതാണ്. നമ്മളത് കേൾക്കുന്നത് ഓൾറെഡി നോട്ട് യെറ്റ് എന്നുള്ള ഒരു ചിന്തയാണ്. ഓൾറെഡി നോട്ട് യെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നു, എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ യുഗാന്ത്യ ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്നത് മാത്രമല്ല, ഈ ലോകത്തിൽ സമാരംഭിക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു പ്രസന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ വർത്തമാനകാലത്ത് കൂടി സംഭവിക്കുന്നതാണ് എന്നുള്ള വലിയ യുഗാന്ത്യ ദൈവശാസ്ത്ര ചിന്ത കൂടി ഇന്നത്തെ വേദഭാഗത്തുണ്ട്. മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ഇപ്പോഴും ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനെന്ന് തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടെ നിന്ന് വാൻ നൽകിയിരിക്കുന്നു. പഴയ ഉടമ്പടിയില് മോശയ്ക്ക് യഹോവയായ ദൈവം മുൾപടർപ്പിൽ കത്തുന്ന അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിച്ചു, നീ ആരാണ്? മോശയോട് അവൻ പറഞ്ഞു, ഞാനാകുന്നവനാണ്. അയാംഹുവാം തന്നെ തന്നെ വെളിപ്പെടുത്തി. ദൈവം അസ്തിത്വമുള്ളവനാണ്. തൻ്റെ നിരന്തരമായ അസ്തിത്വത്തിന്റെ പശ്ചാത്തലമാണ് ദൈവത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗം. അതുകൊണ്ട് തന്നെ അയാംഹുവാം എന്ന് പറയുമ്പോൾ ഞാനാകുന്നവനാകുന്നു, സത്യയിൽ ഉള്ളവനാണ്. അതുകൊണ്ട് യേശുവിനെ മരണശേഷം കല്ലറയിൽ അന്വേഷിച്ചവരോട് യേശു പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ എന്തിന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? യേശു സനാതനമായി ജീവിക്കുന്നവനാണ്, നിത്യമായി ജീവിക്കുന്നവനാണ്. ഈ നിത്യജീവൻ പിതാവും ദൈവമായിട്ട് സത്തയിൽ പങ്കിടുന്ന പുത്രന് തന്റെ ജീവൻ മരിച്ചവർക്ക് തന്നിൽ വിശ്വസിക്കുന്നവർ കൈമാറുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിന്റെ ദൈവശാസ്ത്ര ചിന്ത. അതുകൊണ്ട് മരിച്ചവർക്ക് ജീവനിലേക്ക് കടന്നു വരുവാൻ ഭാവിയിൽ സാധിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ തന്നെ സാധിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് രണ്ട് വിധിയുണ്ടെന്നാണ് പറയുക. മരണത്തോടൊപ്പം നടക്കുന്ന ഒരു വിധി, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന ഒരു വിധി. ഈ മരിച്ചവര് ഈ ലോകത്തിൽ ജീവിച്ചാൽ അവർ ദൈവത്തിന്റെ ജീവനിലേക്ക് തന്നെ കടന്നു ചെല്ലും. അത് ആരംഭിച്ചിരിക്കുന്നു എന്ന് സുവിശേഷം ഉറപ്പായിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ അവൻ രണ്ടാമത്തെ വിധിയെക്കുറിച്ച് പറയുന്ന വേദഭാഗം നമ്മൾ കാണുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, കല്ലറകളിൽ ഉള്ളവരെല്ലാം
അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഫ്യൂച്ചറിൽ, ഭാവിയിൽ വരുന്നു. ഇപ്പോൾ അത് നടന്നിരിക്കുന്നു. ഇനിയും ഭാവിയിൽ അത് മരിച്ചവർ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് അവരുടെ ഒരു വിധിക്ക് വേണ്ടി നിൽക്കേണ്ടി വരും എന്നുള്ള ചിന്ത കൂടി സുവിശേഷൻ കൈമാറുകയാണ്. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നന്മയും തിന്മയും തമ്മിലുള്ള തിരിവ് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതലുണ്ട്. നന്മ തിന്മകളുടെ വൃക്ഷം. അപ്പോൾ നന്മ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ തിന്മയിലേക്കുള്ള പ്രലോഭനത്തിൽ ജീവിക്കുന്നു, അതിന്റെ ചായ്വിൽ ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ നന്മയിൽ വസിച്ചാൽ അവൻ നിത്യജീവനിലേക്കുള്ള ഉയർപ്പിലേക്ക്, ജീവന്റെ ഉയർപ്പിലേക്ക് അവൻ എടുക്കപ്പെടും, അല്ലെങ്കിൽ അവൻ വിധിക്കപ്പെടും എന്നുള്ള ചിന്ത. ഈ ലോകത്തില് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുന്നവർക്ക് തിന്മ, ശിക്ഷാവിധി, അതിനുവേണ്ടിയുള്ള ഉയർപ്പായിരിക്കും ലഭിക്കുക എന്നുകൂടിയാണ് ഇന്നത്തെ വചനഭാഗം പറയുക. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷം നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ ഇതിന്റെ പ്രാരംഭ ഭാഗത്തില് ഇപ്രകാരം ജീവൻ നൽകുവാനും വിധിക്കുവാനും പ്രാപ്തിയുള്ള ദൈവപുത്രന്റെ അധികാരം അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സുവിശേഷകൻ ആരംഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനം പിതൃപുത്ര സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിൽ ജീവിച്ച പുത്രൻ അത് ലഭ്യമായിരിക്കുന്നു. അവൻ അതുകൊണ്ട് പിതാവ് ചെയ്യുന്ന 2 ജോലികള്, ദൗത്യങ്ങള് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് മരിച്ചവർക്ക് ജീവൻ നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വരവില് ഈ മരിച്ച കല്ലറയിലുള്ളവരെല്ലാം വിധിക്കുവാനായിട്ട്, വിധിയാളനായി വരുന്ന യേശുവിനെ കുറിച്ചാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തില് വിധിയാളനായി വരുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ദർശനമുണ്ട്. അത് കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള ദർശനമായിട്ടാണ് മനസ്സിലാക്കുക. വിധിയാളനായി സിംഹാസനത്തിൽ എഴുന്നള്ളുന്ന യേശു, അപ്പോൾ അവന്റെ വിധിക്ക് മുമ്പില് ജീവൻ പ്രാപിക്കുവാനായിട്ട്, നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നാം തിന്മ ചെയ്ത് ഈ ലോകത്തിൽ ജീവിച്ചാൽ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായിട്ട് നാം പുറത്തു വരുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മികമായ ജീവിത ശൈലിയിൽ നാം മുന്നോട്ട് പോകണമെന്ന് വചനത്തിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ആനീതേ ഞായറാഴ്ച നാം പ്രത്യേകമായിട്ട് നമ്മുടെ പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പൂർവികരായി നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവര് ദൈവത്തിന്റെ വചനം അനുസരിക്കാതെയോ അല്ലെങ്കിൽ അതിന് വീഴ്ച വരുത്തുകയോ ജീവിച്ചാൽ അവർ ശിക്ഷാവിധിക്ക് വരുമെന്നുള്ള വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ദൈവമേ അവരുടെ പാപങ്ങൾ അവരോട് ക്ഷമിക്കണമേ, അവരെ ജീവന്റെ ഉയർപ്പിനായിട്ട് നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്നേ ദിവസം നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം കർത്താവിന്റെ വചനം അനുസരിച്ച്, അവിടുത്തെ വചനം സ്വീകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം അന്താവിലൂടെ പോയി ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന, മരിച്ചവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന ഈ നിത്യജീവന്റെ വലിയ സമ്മാനത്തിന് അർഹരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ ആനീത ഞായറാഴ്ച നമ്മുടെ ഇടവകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഈ ലോകത്തിലും മുഴുവൻ ദൈവത്തിന്റെ മക്കളായി ജനിച്ച് ജീവിച്ച് കടന്നുപോയ ആത്മാക്കൾക്ക് നിത്യമായ ആശ്വാസവും കർത്താവിന്റെ രക്ഷയുടെ വലിയ വാഗ്ദാനവും നിത്യവിരുന്നും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഈ ദിനത്തെ സമ്പുഷ്ടമാക്കാം. ഈ വചനചിന്തകൾ ഇവിടെ അവസാനിക്കുമ്പോൾ അതിന് നമ്മെ ദൈവമേ അർഹരാകണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലെ ബലിയിലേക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ